ഓം സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വേദാന്തവിദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. എല്ലാ സജ്ജന ശ്രേഷ്ഠന്മാർക്കും നൂറായിരം സ്നേഹാശംസകൾ. വളരെ സന്തോഷത്തോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി നന്മയിൽ നിന്നും നന്മയിലേക്കുള്ള പ്രയാണമാക്കി മാറ്റുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. മൃത്യോർമാം അമൃതംഗമയാം. സെമിറ്റിക് മതങ്ങൾ നരകത്തിലോട്ടും സ്വർഗത്തിലോട്ടും യാത്ര ചെയ്യുമ്പോൾ സെമിറ്റിക് മതങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകലാണ് അവരുടെ ജീവിത ലക്ഷ്യം. എന്നാൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സഹോദരനോടോ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോടോ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നു സ്വർഗത്തിലോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മറുപടി മുട്ടും. അപ്പോൾ ഭാരതീയ സനാതന ഋഷിപരമ്പരയുടെ കണ്ടെത്തലുകൾ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുന്നു. എപ്പോഴോ ഇങ്ങോട്ട് വന്നത് ഇന്നലെ, എന്നാൽ തിരിച്ചു പോകുന്നു വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് വന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വാക്കാണ് എന്നാൽ തിരിച്ചു പോകുക എന്നൊരു ചോദ്യമുണ്ട്. അവർ പറയും അടുത്ത മാസം 23-ന്. എന്തിനാ രാവിലെ ഇങ്ങോട്ട് വന്നത് വൈകുന്നേരം അങ്ങോട്ട് പോകാൻ? എന്തിനാ രാവിലെ ഓഫീസിൽ പോകുന്നത് വൈകുന്നേരം തിരിച്ച് ഇങ്ങോട്ട് വരാൻ? ഓഫീസിൽ നിന്ന് എന്തിനാ വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് പോകാൻ? എന്നാൽ ഭാരതീയ സനാതനമായ ഹൈന്ദവ സംസ്കൃതി നമ്മളെ പഠിപ്പിക്കുന്ന ജീവിതം അമൃതത്വത്തിൽ നിന്നും ജനിച്ച് അമൃതത്വമായി വളർന്ന് അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരുന്ന അമൃതത്വത്തിൻ്റെ സന്തതി പരമ്പരയുടെ പേരാണ് സനാതനവും ഋഷിപ്രോക്തവുമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. ഞാനും നിങ്ങളുമടങ്ങുന്ന മഹത്തായ ഈ സനാതന സംസ്കൃതി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും മുത്തുകളും പവിഴങ്ങളും നാം നേടിയെടുക്കണം. അതിന് പ്രാർത്ഥനയ്ക്കൊരു പ്രസക്തിയുമില്ല. അതൊക്കെ സെമിറ്റിക് മതങ്ങളുടെ പൊട്ട തെറ്റാണ്. പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ഒന്നും നടക്കില്ല. വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടിയാലേ വണ്ടി നിൽക്കുള്ളൂ. വെള്ളം കുടിച്ചു കഴിഞ്ഞാലേ ദാഹം നിൽക്കുള്ളൂ. ശ്വാസം കഴിച്ചാലേ പ്രാണൻ നിൽക്കുള്ളൂ. ആഹാരം കഴിച്ചു കഴിഞ്ഞാലേ വിശപ്പ് നിൽക്കുള്ളൂ. പ്രാർത്ഥിച്ചതുകൊണ്ട് പൊട്ട തെറ്റ് പറയുക എന്നുള്ളത്. അപ്പോൾ അറിവും കഴിവും പ്രവൃത്തിയും. ഡ്രൈവിംഗ് ആദ്യം പഠിക്കണം, അറിവ് വേണം. പിന്നെ അതിൽ എക്സ്പേർട്ടായിട്ട് നല്ല കഴിവ് വേണം. പിന്നെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധാപൂർവം വണ്ടി ഓടിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതമാകുന്ന ഡ്രൈവിങ്ങിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ജീവിതമാകുന്ന ഡ്രൈവിങ്ങിൽ, യാത്രയിൽ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്താൻ നമുക്ക് എന്തൊക്കെ വേണം? 3 അറിവും കഴിവും പ്രവൃത്തിയും. പ്രാർത്ഥനയ്ക്ക് പകരം നാം നമ്മളെ മക്കളെ ഈ പൊട്ട തൊഴുത് വരുന്ന സംസ്കാരത്തിൽ നിന്നും മാറ്റി ഇത് ശക്തമായിട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അറിവും കഴിവും പ്രവൃത്തിയും. ഇതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന മനപരിവർത്തന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് നാമോപാസനയിലൂടെ ശക്തമായ മനസ്സ്, അതിശക്തമായ ഊർജ്ജസ്വലമായ ജീവിതം,
ഇതൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അല്ലാതെ തൊഴുതു പോയത് കൊണ്ടൊന്നും. ക്ഷേത്ര ജീവനക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ 360 ദിവസവും തൊഴുതു പോകുന്നവരാണ്. അവരെപ്പോലെ ജീവിത പ്രശ്നം വേറെ ആർക്കുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതം മരിക്കുന്ന നിമിഷം വരെ ഊർജ്ജസ്വലമായി ഊഷ്മളമായി നമുക്ക് കൊണ്ടു നടക്കണം. സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, മിനിമം ലൈഫിൽ മാക്സിമം ഹാപ്പിനെസ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എൻ്റെ സദ്ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അപ്പോൾ സ്വാമി ഉദയ ചൈതന്യജി പറയും, ഓൾഡ് ഏജ് പോലും ഗോൾഡ് ഏജ് ആക്കാൻ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാട്ട് കളവന്മാരായി. എന്തുകൊണ്ടാണ്? റിട്ടയർമെൻ്റ് ലൈഫ് ദുഃഖ ദുരിതത്തിലൂടെ തള്ളി നീക്കുകയാണ്. മരണം വരിക്കാൻ മരണത്തെ കാത്തിരിക്കുകയാണ് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ. ഇതിൽ നിന്നും അടിമുട്ടി ഒരു പരിവർത്തനം. 60 വയസ്സൊക്കെ ആകുമ്പോൾ മിക്ക ആൾക്കാരും അപ്പൂപ്പന്മാരാവും. എല്ലാ ടെൻഷനുകളും മാറണം, എല്ലാ കർമ്മബന്ധങ്ങളും എല്ലാത്തിൽ നിന്നും മാറി ജീവിതം ആസ്വദിക്കാൻ തുടങ്ങണം. അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, വേദമെന്ന് പറഞ്ഞാൽ അറിവല്ല, അനുഭവമാണ്, ഋഷീശ്വരന്മാരുടെ അനുഭവമാണ്. അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓരോ നിമിഷവും ആസ്വാദ്യകരമായി പ്രയോജനപ്പെടുത്താൻ നമ്മളെ പഠിപ്പിക്കുന്ന ഉത്തമ ശാസ്ത്രങ്ങളാണ് ഭഗവത്ഗീതയും ഭാഗവതവും. മലയാളികൾക്കാകുമ്പോൾ നോൺ വെജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ഭ്രാന്താണ്. ഏകദേശം 90% ആൾക്കാരും ഈ കുഴിച്ചിടേണ്ട ശവങ്ങൾ മുഴുവൻ തിന്നുന്ന ആൾക്കാരാണ്. ഏതായാലും ശ്രീനാരായണ ഗുരുദേവൻ പറയും, കൊല്ലാവ്രതം ഉത്തമമാമതിലും ശവം തിന്നാവ്രതമത്രേ അത്യുത്തമെന്ന്. അപ്പോൾ ഈ ശവക്കറികൾ തിന്നരുത് എന്നുള്ളതാണ് ഗുരുദേവൻ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് KFC, ഒരു ഫ്രൈഡ് ചിക്കനാണ്. ഇതിൻ്റെ സ്ഥാപകൻ കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സാണ്. വിശദമായിട്ട് അറിയാൻ ഗൂഗിൾ കുമാർ ഏട്ടനോട് ചോദിച്ചാൽ പറയും, യൂട്യൂബിനോട് ചോദിച്ചാൽ പറയും. ഇദ്ദേഹം ഇത് സ്ഥാപിച്ചത് 62ാമത്തെ വയസ്സിലാണ്. 62ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഇത് സ്ഥാപിച്ചത്. ഇന്ന് 50 ലോകരാജ്യങ്ങളിൽ 300-ലധികം ഔട്ട്ലെറ്റുകൾ ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഈ KFC. ഇതുപോലെ നമ്മൾ ഓരോ ഹിന്ദുവും അവനവൻ്റെ ജീവിതം ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റണം. അതിന് നമ്മൾ റിട്ടയർമെൻ്റ് ലൈഫ് മധുവിധുവാക്കി കൊണ്ടു നടക്കണം. ഈവൻ ചിന്മയാനന്ദ മഹാരാജ് പറയും, ഈവൻ പിക്ക് പോക്കറ്റ് യു ഹാവ് മസ്റ്റ് എ ഗുരുന്ന്. അതിന് ഗുരുത്വാധിഷ്ഠിതമായി നമുക്കൊക്കെ എത്ര ഓപ്പർച്യൂണിറ്റികളാണ് നമ്മുടെ മുന്നിൽ. അമ്പല കമ്മിറ്റിയുണ്ട്, കരയോഗ കമ്മിറ്റിയുണ്ട്, SNDP ഉണ്ട്, യോഗക്ഷേമ സഭയുണ്ട്, അതുപോലെ തന്നെ സപ്താഹ കമ്മിറ്റിയുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ നേരോ ബ്രിഡ്ജായ സ്വാർത്ഥതയിൽ നിന്നും സർവീസ് ആറ്റിറ്റ്യൂഡിലേക്കുള്ള ഒരു പരിവർത്തനമായി മാറണം നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ്. എന്തിനാണ് എന്നുള്ള ചോദ്യത്തിൽ
എന്തിനാണ് എന്നുള്ള ചോദ്യത്തിൽ അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോകദർശന. ഏകദേശം ഒരു 60 വയസ്സാകുമ്പോഴാണ് ഏകദേശം നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ കുജാലോക അദ്ദേഹത്തിൻ്റെ കഥ, സുധാമാവിൻ്റെ കഥ. ആ കുചേലൻ ഭഗവാന്റെ അടുത്തോട്ട് പോകാൻ പറയുന്നുണ്ട്, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോകദർശന. ഞാൻ ജീവിതത്തിൽ മഹാഭാഗ്യവാനാണ്, എൻ്റെ ജീവിതം ലാഭകരമാണ്. കാരണം എന്നെ ഭഗവാന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടത് എൻ്റെ ഭാര്യയാണെന്ന്. അപ്പോൾ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ഒടുവിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ സുധാമാവിൻ്റെ പത്നി പറയുന്നുണ്ട്, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോകദർശന. മക്കളും ഇത് ഏറ്റുപറയുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ഭാര്യ നമ്മളെക്കുറിച്ച് പറയണം, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോകദർശന. ഞാൻ എത്ര സൗഭാഗ്യവതിയാണ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി തീർന്നതുകൊണ്ട്. ഭർത്താവിനും തോന്നണം, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോകദർശന. എൻ്റെ ജീവിതം ഒരു പുല്ലാങ്കുഴൽ സംഗീതം പോലെ പരിശുദ്ധവും പരിപാവനവും ശ്രേഷ്ഠവുമാക്കി തീർത്ത എൻ്റെ ഭാര്യ, അതുപോലെ മക്കളും. അപ്പോൾ മക്കൾ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ, ഭാര്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, അച്ഛനും അമ്മയും പൂവിട്ട് പൂജിക്കുന്ന തൊഴുകൈകളോടെ സ്മരിക്കുന്ന ഒരു മക്കൾ, ഇതാകാൻ ഭാഗവതവും ഭഗവത്ഗീതയും വളരെ നേരത്തെ തന്നെ ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം, വളരെ ചെറുപ്പത്തിലേ നമ്മളിത് പഠിക്കണം. എങ്കിൽ റിട്ടയർമെൻ്റ് ലൈഫ് ഒരു വസന്തവത് ലോകഹിതം ചരന്തി. ഒരു പുഷ്പമല്ല, സുഗന്ധമല്ല, മറിച്ച് ഒരു വസന്തമായി തീരും. ഞാനിത് പറയാൻ കാരണം, ഇന്നത്തെ വാർദ്ധക്യം, റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ തെക്കോട്ട് തിരിഞ്ഞ് യമപുരിയിലേക്ക് പോകാൻ കാലദേവനെ കാത്തിരിക്കുന്ന, മരണത്തെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സത്യം മനസ്സിലാക്കണം, പ്രായം കൂടുന്തോറും മസ്തിഷ്കം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രായം കൂടുന്തോറും മസ്തിഷ്കത്തിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആധുനിക വൈദ്യശാസ്ത്രം അതുകൊണ്ട് പറയുന്നു, അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു, ബ്രെയിൻ എക്സർസൈസ് തീർച്ചയായും ചെയ്യണം. അതുകൊണ്ട് ബ്രെയിൻ എക്സർസൈസാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ഒരു വ്യക്തിക്കും അൽസിമേഷ്യ എന്ന രോഗം വരില്ല. കാരണം ബ്രെയിൻ്റെ ഒരു പാർട്ടുണ്ട്, ആ പാർട്ടിൻ്റെ പേരാണ് ടെമ്പർ ലോഗ്. അത് ചെതൽ തിന്നതുപോലെ ഉതിർന്ന് വീഴുന്നതാണ് അൽസിമേഷ്യ. സംശയമുള്ള ആൾക്കാരൊക്കെ ഡോക്ടർമാരോട് ചോദിക്കാം, യൂട്യൂബ് കുമാറിനോട് ചോദിക്കാം. എൻ്റെ മകൾ ഡോക്ടറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊക്കെ ഇത്ര ശാസ്ത്രീയമായി പഠിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിന് ഒരു വൈബ്രേഷൻ വരും, ഒരു സൗണ്ട് എനർജി കൺവേർട്ടഡ് ടു ബൂസ്റ്റ് ദി ആ പാട്ടിൻ്റെ പേരെന്താണ്? ടെമ്പർ ലോഗ്. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമത്തിലൂടെ നമുക്ക് ഇതങ്ങനെ ദിവസേന നമ്മളിങ്ങോട്ട് ചൊല്ലിയാൽ മതി. ഞങ്ങളൊക്കെ ഈ വൈഷ്ണവരാണ്. ഈ നമ്പൂതിരി ചിട്ടപ്രകാരം ഈ വൈശാഖ മാസത്തിൽ ഞങ്ങളിത് ചൊല്ലും. ഇങ്ങനെ ഒരു വൈശാഖത്തിൽ ഞാൻ സ്ഥിരമായി രാവിലെയും വൈകുന്നേരം ചൊല്ലിയപ്പോൾ എൻ്റെ ഭാര്യ ഭംഗിയായിട്ടിത് പഠിച്ചു, എൻ്റെ മക്കളിത് ഭംഗിയായിട്ട് പഠിച്ചു. കാരണം എൻ്റെ അച്ഛനും അമ്മയും ചൊല്ലുന്നത് കേട്ടതുകൊണ്ടാണ് എനിക്കിത് പഠിക്കാൻ സാധിച്ചത്. ഞാനിത് പഠിച്ചത് കാരണമാണ് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഇത് പഠിച്ചത്. അതിന് രാവിലെ എന്ത് ചെയ്യണം? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എങ്ങനെയായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഇല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ ബ്രെയിൻ ബ്രേക്ക്ഫാസ്റ്റായി എന്ത് കഴിക്കണം? വിഷ്ണു സഹസ്രനാമം കഴിക്കണം. വിഷ്ണു സഹസ്രം എന്തായിട്ട്? ബ്രെയിൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഇത് ചൊല്ലിപ്പിക്കുന്നത്? ഗ്രേ മാറ്റർ മസാജിങ് എന്ന് പറയും. ഗ്രേ മാറ്റർ മസാജിങ് എന്ന് പറയും. ഒരു
ചാര വസ്തു എന്നുള്ളതാണ് അതിൻ്റെ ഗ്രേ മാറ്റർ മസാജിങ്. അതായത് നമ്മുടെ ബ്രെയിനിലെ ബുദ്ധി, നന്മ, സ്നേഹം, സർവീസ് മുതലായിരിക്കുന്ന സദ്വികാരങ്ങളൊക്കെ ഉണർത്തുന്ന നമ്മുടെ ബുദ്ധിയുടെ ഏറ്റവും ബ്രെയിനിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ പോർഷൻ്റെ പേരാണ് ഗ്രേ മാറ്റർ. ഇതിൻ്റെ മസാജിങ് ആയിട്ട് വിഷ്ണു സഹസ്രനാമവും. അതുപോലെ എൻ്റെ അമ്മ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടാണ്. എന്താണ് ഈ നാമജപം? ഒന്നുമില്ല, ബൂസ്റ്റ് ഓഫ് നെർവ് സിസ്റ്റങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് നാമജപം. അപ്പോൾ ഒരു നാമജപം ഉണ്ടായ എന്താണ്? സൗണ്ട് എനർജി വരും. സൗണ്ട് എനർജി കൺവേർട്ട് ടു കോസ്മിക് എനർജി ഓരോ കോശങ്ങളിലും ഓക്സിജനൊപ്പം എത്തി അവിടെ പ്രാണബലം വർദ്ധിപ്പിക്കും. ഇത് വർദ്ധിപ്പിക്കുന്നതോടുകൂടി എന്ത് വിടും? മരണഭയം നമ്മളിൽ നിന്നും വിട്ടുമാറും. നിങ്ങൾക്കറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ സർവശ്രീ ശംഭു വാദ്യാർ. അപ്പോൾ അദ്ദേഹം പറയും, ഡിപ്രഷന് ഏറ്റവും നല്ല സിദ്ധൌഷധമാണ് ഭഗവത്ഗീതയും ഭാഗവതവും. വിഷാദ രോഗമില്ലാതെ എപ്പോഴും ഒരിക്കലും ജീവിതത്തിൽ ഒറ്റപ്പെടില്ല. സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഒറ്റപ്പെടുന്നതായി നമുക്ക് തോന്നും. ഭാഗവതവും ഭഗവത്ഗീതയും നമുക്ക് കൂട്ടിനുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെടില്ല. തകരാത്ത ഒരു വ്യക്തിത്വമായി നമുക്ക് ഊർജ്ജസ്വലമായി വസന്തമായി ജീവിക്കാൻ സാധിക്കും. ഈ മരണഭയം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അറിയാം, ദേവകി വസുദേവരുടെ വിവാഹം കഴിഞ്ഞ് ദേവകിയുടെ സഹോദരനായ കംസൻ തേരോടിച്ചുകൊണ്ട് പോകുമ്പോൾ വഴിയിൽ നിന്നും വന്ന ഒരു അശരീരി, അസ്യാസ്ത്വഷ്ടമോ, എന്താണ് അസ്യാസ്ത്വഷ്ടമോ ഗർഭോ ഹന്തയാം വഹസോ ബുധ. ഹേ ബുധ, ഹേ മന്ദബുദ്ധി, ഹേ പൊട്ട, ഈ ദേവകിയുടെ 8ാമത്തെ ഗർഭം നിന്നെ ഹന്തയാം നിന്നെ കൊല്ലുമെന്ന്. ഇത് യഥാർത്ഥത്തിൽ കംസനോടുള്ള അശരീരി ആണെന്നാണ് ഭാഗവതം പറയുന്നത്. പക്ഷെ എനിക്കിത് തോന്നുന്നത്, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും മൃത്യുണ്ട്. മൃത്യു സർവഹരശ്ചാഹ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, മൃത്യു സർവഹരശ്ച അഹം, സർവത്തിൻ്റെയും മൃത്യുരൂപേണ കാലരൂപേണ ഞാനാണ്. അപ്പോൾ ഭഗവാൻ ഇത് ഈ ഹന്ത എന്ന് പറയുന്നത് കംസനോടാണ് സത്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാനവരാശി ചിന്തിക്കുക, നമ്മുടെയൊക്കെ ആ ഹന്താവായി മൃത്യു ഭഗവാൻ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് വ്യാസഭഗവാൻ പറയുന്നു, ഇത് നീ കേട്ട നിമിഷം മുതൽ നീ അന്വേഷിച്ചോളൂ. എന്ത്? മൃത്യുവിനെ അന്വേഷിച്ചോളൂ, കണ്ടെത്താൻ സാധിക്കും. എന്ത്? നിനക്ക് ഈ മൃത്യുവിനെ. അപ്പോൾ ആ മൃത്യുവിനെ അന്വേഷിച്ചുകൊണ്ട് കംസൻ തുടർന്നുള്ള ജീവിതം യത് ഭാവയതി തത് ഭവതി. എന്താണോ നീ ചിന്തിക്കുന്നത് അതായി തീരാൻ സാധിക്കും. ഭാഗവതത്തിന് ഇതാണ് പറയാനുള്ളത്. ഇതാണ് ഭാഗവത ധർമ്മം. നീ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അത് നീ ആയിത്തീരും. ഈ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ നമ്മൾ പഠിച്ച് നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. യത് ഭാവയതി തത് ഭവതി.
വളരെ കുട്ടിക്കാലം മുതൽ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ അവരെ പഠിപ്പിക്കണം. ഒരു ഉദാഹരണം പറയുക, എൻ്റെ പെങ്ങടെ മോള് അവൾ വളർന്നു വരുമ്പോൾ തന്നെ അവൾ ഡോക്ടറാവണമെന്ന് അവൾ ഭാവിച്ചു അവൾ ഡോക്ടറായി തീർന്നു. എൻ്റെ സഹോദരി പുത്രൻ അവൻ അറിയാനായത് മുതൽ അവൻ്റെ പേര് വിഷ്ണു ആണ്. വിശ്വം വിഷ്ണു, ലോകം മുഴുവൻ കീഴടക്കണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. അവൻ അതുപോലെ ചെയ്തു. കാനഡയിൽ പോയി എമിഗ്രേഷൻ ലോയറായി. അവൻ്റെ കമ്പനി 20-ലധികം ലോകരാജ്യങ്ങളിൽ ഇന്ന് വികസിപ്പിച്ചു. CP നായർ പറഞ്ഞു, നിൻ്റെ പേര് വിശ്വം വിഷ്ണു ആണ്, ലോകം മുഴുവൻ നീ കീഴടക്കണമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടികളോട് വളരെ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കണം, യദ്ഭാവേതി തദ്ഭവതി. നീ ആരാണോ ആകാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് അത് ആയിത്തീരാൻ സാധിക്കും. ഇവിടെ ദശമസ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം നമുക്ക് ഒന്ന് നോക്കാം. ശരണമയ്യപ്പ. ആസീന സംവിശം തിഷ്ഠൻ ഭുജാന പര്യടൻ മഹി ചിന്തയാനോ ഋഷികേശ മപശ്യത് തന്മയം ജഗ. ഈ വിരോധഭക്തി മൂത്ത് കൃഷ്ണൻ ഈ പ്രപഞ്ചം കംസൻ ഈ പ്രപഞ്ചം മുഴുവൻ കൃഷ്ണമയമായി കണ്ടു. അതാണ് ആസീന സംവിശത്തിഷ്ഠൻ ഭുജാന പര്യടൻ മഹിൻ ചിന്തയാനോ. വിദ്വേഷഭക്തിയിലൂടെ എങ്ങനെ കൃഷ്ണൻ്റെ കൈകൊണ്ട് മരിക്കാൻ സാധിച്ച മഹാസൗഭാഗ്യവാനാണ് കംസൻ. കംസനെക്കുറിച്ച് ഇതുവരെ നിങ്ങൾ കേട്ട ചിത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു മുഖമാണ് ഭാഗവതത്തിന് പറയാനുള്ളത്. ഭാഗവതത്തിൻ്റെ ആചാര്യന്മാർ ഈ കഥയുടെ അപ്പുറത്തുള്ള സത്യത്തെ പുറത്തോട്ട് കൊണ്ടുവരണം. ഒന്ന് നോക്കൂ, ഭീഷ്മ പിതാമഹർ പറഞ്ഞു, ഭഗവാനെ ചക്രമെടുക്കൂ, എന്നെ കൊല്ലൂ, അങ്ങയുടെ കൈകൊണ്ട് എനിക്ക് മരിക്കാൻ സാധിക്കുമല്ലോ എന്ന്. ആസീതം ജഗതീശ്വര, ഇതിനകത്ത് കയറിയിരിക്കൂ എന്ന് പറഞ്ഞു. ഭീഷ്മ പിതാമഹനക്ക് പോലും ഇത് സാധിച്ചില്ല. കംസന് ഇത് സാധിച്ചു. എങ്ങനെ? വിദ്വേഷഭക്തിയിലൂടെ. ആസീന ഹന്ത എന്ന് കേട്ട നിമിഷം മുതൽ ആസീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ സ്ഥിതി ചെയ്യുമ്പോഴും എവിടെ തിരിഞ്ഞു നോക്കിയാലും കൃഷ്ണൻ കാലസ്വരൂപിയായ കൃഷ്ണൻ, കാലമയമായ കൃഷ്ണൻ. എങ്ങും എവിടെയും കൃഷ്ണനെ കാണാനുള്ള സൗഭാഗ്യമാണ് കംസൻ ഇതുവഴി ലഭിച്ചത്. സംവിശൻ, ആസീന സംവിശം തിഷ്ഠൻ. ആസീന എവിടെ സ്ഥിതി ചെയ്യുമ്പോഴും സംവിശൻ എന്നാൽ ഒരു 5 മിനിറ്റ് കടന്നുറങ്ങുമ്പോഴത്തേക്കും മുന്നിൽ പുല്ലാങ്കുഴ സംഗീതമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കാലസ്വരൂപമായി. അപ്പോൾ കിടക്കുമ്പോഴോ 3 അവസ്ഥയാണ്: ജാഗ്ര, സ്വപ്ന, സുഷുപ്തി. ജാഗ്രാവസ്ഥ നമ്മളെ എപ്പോഴും വിജിലൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴും കൃഷ്ണനെയാണ് മുന്നിൽ കാണുന്നത്. സ്വപ്നത്തിൽ മുഴുവൻ കൃഷ്ണൻ വന്നിട്ട് കഴുത്തിന് പിടിച്ച് ഞെരുക്കി കൊല്ലുന്നതായിട്ട് കാണുന്നത്. ജാഗ്ര, സ്വപ്ന, സുഷുപ്തി. സുഷുപ്തിയിലോ സുഖമായിട്ട് ഞാനിതാ ഉറങ്ങുന്നു, ഈ നിമിഷം കൃഷ്ണൻ എന്നെ കൊല്ലും. അപ്പോൾ അവസ്ഥാത്രയ സാക്ഷിയായ കൃഷ്ണൻ, ആ കൃഷ്ണൻ അതാണ് അദ്വൈത വേദാന്തത്തിൻ്റെ ഭാഷയിൽ 4 പതിറ്റാണ്ട് കാലം ഈ വേദോപാസനയിൽ നിന്നും എനിക്ക് എത്തിച്ചേരാൻ സാധിച്ച ആ തുരീയാവസ്ഥ. അതാണ് നാലാമൻ. മലയാളത്തിൽ നാലാമൻ എന്നുള്ള ആ തുരീയാവസ്ഥയിലും കൃഷ്ണമയം. അപ്പോൾ ജാഗ്രാവസ്ഥയിലും കൃഷ്ണൻ, സ്വപ്നാവസ്ഥയിലും സുഷുപ്തിയിലും ആ തുര്യൻ 4ാമത്തെ അവസ്ഥയിലുള്ള കൃഷ്ണനെ. അപ്പോൾ അവസ്ഥാത്രയാതീതനായ തുര്യനെ, ശ്രീകൃഷ്ണ പരമാത്മാവിനെ എങ്ങും എവിടെയും കംസൻ കാണുന്നു. വ്യാസഭഗവാൻ ഇതെന്തിനാണ് എഴുതിയതെന്നറിയാവോ? നമ്മളും ആ നിലയിലോട്ട് ഉയരണം. ഇപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, ഇതൊരു കളനാശിനിയല്ല എപ്പോഴെങ്കിലും അടിക്കാനുള്ളത്. പിന്നെ ഓണത്തിനും വിഷുവിനും സംക്രമത്തിനും പിന്നെ തസ്മാ സർവേഷു കാലേഷു
മാ മനുസ്മര, എപ്പോഴും 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 എന്തിലും ശ്രീകൃഷ്ണമയമായി നാം ഉയരണം, വളരണം. എന്തിന്? തളരാതിരിക്കാൻ, തകരാതിരിക്കാൻ, അതിശക്തമായ ഒരു ജീവിതവുമായി മുന്നോട്ട് പോവാൻ. തുടർന്ന് ഭഗവാൻ പറയുന്നു, ആസീന സംവിഷം തിഷ്ഠൻ. തിഷ്ഠൻ എന്ത്? ഉറങ്ങി എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ മുമ്പിൽ സുദർശനധാരിയായ മഹാവിഷ്ണു. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു സിനിമയിലും സീരിയലൊക്കെ ഉള്ളതുപോലെ കൃഷ്ണൻ. അപ്പോൾ ഉറങ്ങുമ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും, ഇനി ഭുഞ്ചാന ഭക്ഷണം കഴിക്കാൻ ചോറ് വിളമ്പുമ്പോൾ ഓരോ അന്നത്തിലും കൃഷ്ണൻ. സാമ്പാർ വിളമ്പുമ്പോൾ അതിൽ വെണ്ടയ്ക്കും കുമ്പളങ്ങയ്ക്കും തക്കാളിക്കും പകരം കൃഷ്ണൻ. അപ്പോൾ എന്നാൽ ഒന്ന് അത് ഭഗവത്ഗീതയിൽ ഭാരതത്തിലെ മുഴുവൻ ഹൈന്ദവ സമൂഹവും ഭക്ഷണത്തിന് മുന്നേ ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മകവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുത ബ്രഹ്മൈക തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധീനം. കഴിക്കുന്നതാണ് ബ്രഹ്മം, ഈ ജീവനാണ് ബ്രഹ്മം, അതിൻ്റെ അകത്തുള്ള ഡൈജഷനാണ് ബ്രഹ്മം, ഈ കൈകളാണ് ബ്രഹ്മം, അന്നമാണ് ബ്രഹ്മം. അന്നം ബ്രഹ്മ രസോ വിഷ്ണു ഭോക്താ ദേവാ മഹേശ്വര. അപ്പം ഇതിലെല്ലാത്തിലും വേദവിധി പ്രകാരമുള്ള വേദസംസ്കൃതിയിലുള്ള ആ നിലയിലോട്ടാണ് ഇവിടെ കംസൻ ഉയരുന്നത്. ബുദ്ധാന ഭക്ഷിക്കുമ്പോഴും കൃഷ്ണനെ കാണുന്നത് മഹീം എന്ന ഒന്ന് ഭൂമിയിൽ കാലുകുത്താൻ നോക്കുമ്പോഴേക്ക് ഭൂമിയിൽ എവിടെ കാലുകുത്തുമ്പോഴും എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കൃഷ്ണമയം മാത്രം. എവിടെ ചെന്നാലും കൃഷ്ണൻ. ഇനിയോ പര്യടൻ, എവിടെ തിരിഞ്ഞു നോക്കിയാലും എങ്ങോട്ട് പോയാലും നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും കൃഷ്ണമയമായി കംസന്. അത് വിരോധഭക്തിയായതുകൊണ്ട് കാലരൂപേണ തൻ്റെ അന്തകനായിട്ട് കാണുന്നു. ഇത് നേരെ തിരിച്ചു മറിച്ച് നമ്മുടെ പ്രേമസ്വരൂപനായ കൃഷ്ണനെ നമുക്ക് കാണാൻ നമ്മളെ ഉയർത്തുകയാണ് വേദവ്യാസ ഭഗവാൻ ഇവിടെ. ചിന്തയാനാം, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ചിന്തയാനാം, കംസൻ എന്ത് ചിന്തിക്കുമ്പോഴും അത് കാലരൂപനായ കൃഷ്ണനെയാണ്. നമ്മൾ ഇതുപോലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ എന്ത് ചിന്തയും ശ്രീകൃഷ്ണനാക്കി മാറ്റിയാൽ നമ്മുടെ ഹൃദയത്തിൽ സദ്വികാരങ്ങൾ വരും. സദ്വികാരങ്ങൾ വന്ന സത്ചിന്തകൾ വരും. സ്നേഹമസൃണിതമായ ചിന്തകൾ, സ്നേഹമസൃണിതമായ മനസ്സ്, സ്നേഹമസൃണിതമായ ഹൃദയം, സ്നേഹമസൃണിതമായ വാക്കുകൾ, സ്നേഹമസൃണിതമായ പ്രവൃത്തി. ഇതാണ് പ്രേമസ്വരൂപനായ കൃഷ്ണൻ. ചിന്തയെന്താ? കാരണം വിരോധഭക്തിയിലാണ്. എന്ത് ചിന്തിച്ചാലും മാ മനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. ഭഗവത്ഗീതയ്ക്ക് പറയാനാണ് മയ്യർപ്പിത മനോഭാവം, മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശിഷ്യ സംശയ ബുദ്ധിയും മനസ്സും നീ എന്നിലർപ്പിക്കൂ. ചിന്താമപരിമേയാം ച പ്രളയാന്ത്യാമുപാസതേ. ഭഗവത്ഗീത പറയുന്നു നമ്മുടെ ചിന്ത നമ്മുടെ മരണം വരെ ICU യൂണിറ്റിലും ഉണ്ടാകും. അതുകൊണ്ട് ഈ ചിന്തകളൊക്കെ ഇവിടെ കംസൻ വിരോധഭക്തിയിലൂടെ കാലസ്വരൂപമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ടാൽ മതി. ദോശ തിരിച്ചിടുന്ന പോലെ ശ്രീകൃഷ്ണ പരമാത്മാവാണ് എൻ്റെ ഹൃദയം, കൃഷ്ണ സ്നേഹമാണ് എൻ്റെ മൂക്ക്, കൃഷ്ണ സ്നേഹമാണ് ഞാൻ ശ്വസിക്കുന്നത്, കൃഷ്ണ സ്നേഹമാണ് ഞാൻ കഴിക്കുന്നത്, കൃഷ്ണ സ്നേഹമാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് എന്തൊക്കെയോ എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നു, അവിടുന്ന് എന്തൊക്കെയോ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അവിടുന്ന് എന്നെക്കൊണ്ട് എന്തൊക്കെയോ പ്രവർത്തിപ്പിക്കുന്നു. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിധിച്ചിടുന്ന കർമ്മത്തെ തീരുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. ജ്ഞാനപ്പാനയിൽ പൂന്തേനെന്ന് നമ്മെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ നാളെ ഭഗവാൻ എന്തൊക്കെയോ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഭഗവാനിലോട്ട് ലയിപ്പിച്ച് ചേർക്കുന്നു. ഇനിയോ ചിന്തയാനോ ഋഷികേശ. ഇവിടെ ഋഷികേശനാന്ന് പറയുന്നത്, ഋഷികേശൻ എന്ന് പറഞ്ഞ് അങ്ങ് ഹരിദ്വാരം ഋഷികേശ് അവിടെ ഉള്ളതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ ദേവൻ, അന്തരാത്മാവ്, ശ്രീകൃഷ്ണ പരമാത്മാവാണ് എൻ്റെ ഹൃദയം. അപ്പോഴോ ഇതിനകത്തുള്ളത് അനന്ത പത്മനാഭൻ. അപ്പോൾ നമുക്ക്
ഹരിനാമകീർത്തനത്തിൽ ഈ ഒരു അവസ്ഥ നമ്മളെ തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത് എഴുതി വെച്ചത്? ജഗത്ത് ചിന്തയാനോ ഋഷികേശ മപശ്യ തന്മയം ജഗത്ത്. കണ്ടു 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 കംസൻ തന്മയം ജഗത്ത്. കൃഷ്ണമയമായി ഈ ജഗത്തിനെ കംസൻ കണ്ടത് നമുക്ക് ജീവിതത്തിൽ അത് വിരോധഭക്തിയിലാവുമ്പോൾ, ഇത് സ്നേഹഭക്തിയിലാവുമ്പോൾ ഈ ഹരിനാമ കീർത്തനത്തിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയതുപോലെ യാതൊന്നു കാൺമതതു നാരായണ ശ്രുതികൾ, യാതൊന്നതു കാൺമതതു നാരായണ പ്രതിമ. ഇത് ബ്യൂട്ടിഫുള്ളാണ് ഇതില്ലേ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെയതു നാരായണായ ഹരി. കാണുന്നത്, കേൾക്കുന്നത്, രുചിക്കുന്നത്, പറയുന്നത്, ചെയ്യുന്നത് എല്ലാം ഹരിയായ, ദുഃഖത്തെ അരിഞ്ഞു വീഴ്ത്തുന്ന ഹരിയായ നാരായണനായി കണ്ട് ചെയ്യാനാണ് തന്മയാം അപശ്യതേ. ഭഗവത് സ്വരൂപമായി കണ്ടു, ജഗത്ത് ഈശ്വരനായി കണ്ടു. ആ ജഗത്തിൻ്റെ ഈശ്വരനാണ്, ജഗതീശ്വരനായി കണ്ടു. ജഗതീശ്വരനായ ഋഷികേശൻ കൃഷ്ണൻ മാത്രമായി കണ്ടു. 4 വേദങ്ങളിലും പറയുന്ന ഈ അദ്വൈത വേദാന്തം നമ്മളിൽ എത്തിക്കാനാണ് വ്യാസഭഗവാൻ ഈ ദശമത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ നിലയിൽ എല്ലാവരും ആ അദ്വൈത അനുഭൂതിയിലേക്ക് ഉയരണം. ഇതാണ് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞത്. ഹന്തഭാഗ്യം ജനാനാം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളട്ടെ. അതിനെന്ത് വേണം? മൃത്യു സർവഹരശ്ചാഹം. ഈ പ്രപഞ്ചത്തിലെ സർവത്തിൻ്റെയും മൃത്യു ആ ജഗതീശ്വരനായ പരമേശ്വരനായ ശ്രീകൃഷ്ണ പരമാത്മാവാണെന്ന് തിരിച്ചറിയുമ്പോൾ കാലോസ്മി ലോകക്ഷയകർ പ്രവൃത്തോ ലോകാൻ സമാഹർത്തോ മിഹപ്രവൃത്ത. കാലസ്വരൂപമായി, കാലനല്ല, അത് മലയാളികൾ ചെറുങ്ങനൊന്ന് തെറ്റിദ്ധരിച്ചതാണ്. കാലമാണ്. കാലോസ്മി ലോകക്ഷയകർ പ്രവൃത്തോ എന്നുള്ളതാണ്. അപ്പോൾ മരണഭയാതീത ചിന്തയിലോട്ട് കംസനിലെ കഥയിലൂടെ നമ്മളെ ഉയർത്തുകയാണ്. അത് വിരോധഭക്തിയാകുമ്പോൾ, ഇത് സ്നേഹഭക്തിയാകുമ്പോൾ മരണഭയാതീത ചിന്തകളിലൂടെ നമ്മളെ കൃഷ്ണൻ കൈപിടിച്ചുയർത്തുകയാണ്. എവിടത്തോട്ട്? ആ പരമാത്മ തത്വത്തിലോട്ട്, ശ്രീകൃഷ്ണൻ്റെ നിലയിലേക്ക് ഓരോ ഭക്തനെയും ഉയർത്തുകയാണ് ഈ ഭാഗവത ധർമ്മത്തിലൂടെ. അതുകൊണ്ട് ഇത് പഠിക്കണം, നമ്മൾ പഠിക്കണം. നമ്മളിത് പഠിച്ച് നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. എന്തിനാണ് എന്ന ചോദ്യത്തിൽ ജീവിതത്തിൻ്റെ സായംകാലത്ത് നമുക്കൊരു വാക്കിംഗ് സ്റ്റിക്കായി നടത്താം. ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാം. നമ്മുടെ മക്കൾ നമ്മളെ അഗതി മന്ദിരത്തിൽ കൊണ്ട് തള്ളിവിടാതിരിക്കാൻ നമ്മളെ മക്കളെ ഇത് പഠിപ്പിക്കണം, വരും തലമുറയെ ഇത് പഠിപ്പിക്കണം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമീ ശരണമയ്യപ്പ.